നവംബർ 1 എൻ്റെ മാതൃഭൂമിയുടെ 64-ാം ജന്മദിനം. കേരളം കേരവൃക്ഷങ്ങളുടെ കഥകളിയുടെ കേളികൊട്ടുയരുന്ന വഞ്ചിപ്പാട്ടിൻ്റെ താളാത്മകത കൊണ്ടും ഹരിതമനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട്. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനും ഒത്തൊരുമയ്ക്കും മങ്ങലേറ്റിരിക്കുന്നു എന്ന് നാം വിലപിക്കാറുണ്ടെങ്കിലും ഈ 64-ാം വയസ്സിലും പ്രകൃതി സൗന്ദര്യം, വിസ്മയ കാഴ്ചകൾ, കാലാവസ്ഥ, കലാസാംസ്കാരിക പാരമ്പര്യം, ഉത്സവങ്ങൾ, പൂരങ്ങൾ എന്നിവയൊക്കെ കൊണ്ട് സ്വദേശികളെയും വിദേശികളെയും മാടി വിളിക്കുന്നു ഈ സുന്ദരി. കേരളം ഐതിഹ്യത്തിലൂടെ കേരളോൽപത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞു ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി തൻ്റെ ആയുധമായ പരശു മഴുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളം എന്ന് പറയപ്പെടുന്നു. പേരിനു പിന്നിൽ കേരളം എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്നർത്ഥത്തിൽ കേരളം എന്ന പേരുണ്ടായി എന്ന അഭിപ്രായമാണ് ഏറ്റവും പ്രബലം. കേരം എന്ന പദവും സ്ഥലം എന്നർത്ഥം വരുന്ന അളം എന്ന പദവും ചേർന്നാണ് കേരളം എന്ന പദം ഉണ്ടായത്. ചരിത്രം പ്രാകൃതകാലം മുതലേയുള്ള നിരവധി മനുഷ്യപ്രയാണങ്ങളുടെയും അവയിൽ നിന്നുരുത്തിരിഞ്ഞ അധിവാസ കേന്ദ്രങ്ങളുടെയും തുടർച്ചയുടെ ബാക്കിപത്രമാണ് ഇന്നത്തെ കേരളം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് ആദ്യമായി എത്തിപ്പെട്ടവർ നെഗ്രിറ്റോയ്ഡ് ആസ്ട്രോയിഡ് വർഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. കിഴക്കൻ മലകളിലും കാടുകളിലും കണ്ടുവരുന്ന പണിയർ, ഇരുളർ, കുറിച്യർ, മുതുവാന്മാർ, മലയരയന്മാർ, മലവേടർ, ഉള്ളാടർ, കാണിക്കർ തുടങ്ങിയ ആദിവാസികൾ ഇവരുടെ പിൻഗാമികളാണ്. പിന്നീട് കടന്നു വന്നവരാണ് ദ്രാവിഡർ. മഹാശില സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ഇവരാണ്. കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഈ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന കാലം മുതൽ കേരളം ചേര രാജവംശത്തിനു കീഴിലായിരുന്നു. ചേരന്മാരുടെ വ്യവഹാര ഭാഷ തമിഴിൽ നിന്നും വേറിട്ട മലയാള ഭാഷ ഉത്ഭവിച്ചതോടെയാണ് കേരളത്തിൻ്റെ തനതു ചരിത്രം പിറക്കുന്നത്. പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ 1498 കേരളത്തിൽ എത്തിയത് കേരളത്തിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ അറബികളുടെ മേൽക്കോയ്മ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു. കേരളത്തിൻ്റെ കടൽമുഖങ്ങൾ തുറക്കപ്പെട്ടതോടെ ഭൂമി മലയാളത്തിൻ്റെ ചരിത്രഗതി മാറിമറിഞ്ഞു. കേരള ചരിത്രത്തിൽ ക്രമബദ്ധമായ രേഖകൾ പാശ്ചാത്യ നാടുകളിൽ ലഭ്യമാക്കുന്നത് വാസ്കോഡ ഗാമയുടെ കേരള സന്ദർശനത്തോടെയാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്വാധീനമുറപ്പിച്ചതു മുതൽ കേരളം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്നായി തിരിഞ്ഞുകിടക്കുകയായിരുന്നു. മലബാർ പ്രദേശം മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും നാട്ടുരാജാക്കന്മാരിലൂടെയായിരുന്നു ഭരണം. 1947 ഇന്ത്യ സ്വതന്ത്രയായ ശേഷം ഐക്യകേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. ഇതേ തുടർന്ന് നവംബർ 1 മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളം എന്ന സംസ്ഥാനം രൂപവത്കരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 കേരളപ്പിറവി ദിനമായി ആഘോഷിക്കപ്പെടുന്നു. കേരള രൂപീകരണ സമയത്ത് വെറും 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഈ കൊച്ചു പ്രദേശം 64 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. സാക്ഷരത, സ്ത്രീ വിദ്യാഭ്യാസം, രാഷ്ട്രീയം, ആരോഗ്യം, മതസൗഹാർദ്ദം തുടങ്ങിയ കാര്യങ്ങളിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണ്. മലയാള ഭാഷ. മലയാള നാടിനെക്കുറിച്ച് പറയുമ്പോൾ മലയാള ഭാഷയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. ആദ്യ ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് മലയാള ഭാഷ. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. മലയാള ഭാഷ കൈരളി എന്നും മലനാട്ടു ഭാഷ എന്നും അറിയപ്പെടുന്നു. കേരള സംസ്ഥാനത്തിലെ ഭരണഭാഷയും കൂടിയാണ് മലയാളം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാള ഭാഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച് മലയാള ഭാഷാ കവികൾ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ, തൻ ഭാഷ താൻ എന്നാണ് പ്രശസ്ത കവി വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയെക്കുറിച്ച് വർണ്ണിച്ചത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ അഭിപ്രായത്തിൽ മലയാളം എന്നാൽ 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല,
അമ്മ എന്നൊരൊറ്റക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം. മലയാളം നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. അത് നമ്മുടെ സംസ്കാരമാണ്. അനുഭവത്തിൻ്റെ, ആത്മാവിൻ്റെ ഭാഷയാണ്. മലയാളത്തെയും സംസ്കാരത്തെയും മറക്കുന്നത് പെറ്റമ്മയെ മറക്കുന്നതിന് തുല്യമാണ്. മലയാള ഭാഷയുടെ പ്രാധാന്യം നിലനിർത്തുന്നതിനായിട്ടാണ് നവംബർ 1 മുതൽ ഒരാഴ്ച മലയാള ഭാഷാ വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ ഇന്ന് നടനമാടിക്കൊണ്ടിരിക്കുന്ന മത അസഹിഷ്ണുത, പ്രകൃതി ചൂഷണങ്ങൾ, സാംസ്കാരിക മൂല്യച്യുതി തുടങ്ങിയവ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ കളങ്കപ്പെടുത്തുന്നു. ഈ കൊറോണ മഹാമാരിയുടെ നാളുകളിൽ വീണ്ടും ഒരു കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യവും കലാപാരമ്പര്യങ്ങളും വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ മാത്രം ഒതുക്കാതെ നമ്മുടെ നാടിൻ്റെ പച്ചപ്പ്, പ്രകൃതി ഭംഗി, കാട്ടുപൂക്കളുടെ സൗരഭ്യം, മഴയുടെ സംഗീതം, ശുദ്ധമായ ജലാശയങ്ങൾ എന്നിങ്ങനെ കേരളത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൗന്ദര്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം. ചങ്ങമ്പുഴയുടെ ഗ്രാമഭംഗി നിറഞ്ഞ 4 വരി കവിതയിലൂടെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയൊറ്റൊരാലസൽ ഗ്രാമഭംഗി. ഏവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ.